യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവപരിപാലനയിൽ ദൈവസ്നേഹം ആസ്വദിച്ചുകൊണ്ട് പുതിയൊരു പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം എസ്തേറിൻ്റെ പുസ്തകം 13-ാം അധ്യായം 17-ാം തിരുവചനം. മർദെഖായിയുടെ പ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രാർത്ഥനാ ഭാഗം ദൈവസന്നിധിയിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വചനഭാഗമാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുക. ആരെല്ലാമാണ് ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതം ഉത്സവമായി മാറും. അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായി മാറും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മുഖം നമ്മൾക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പരിശുദ്ധൻ 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 എന്നുച്ചരിച്ചുകൊണ്ട് മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതവും അതേപോലെ ആയിരിക്കണം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിർവഹിക്കുന്ന സമയത്താണെങ്കിലും സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ, മനസ്സിലെപ്പോഴും സ്തുതികൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ, ഈ ജോലി ചെയ്യുവാൻ, ഈ പ്രവൃത്തി ചെയ്യുവാൻ നീ എന്നെ സഹായിക്കുന്നതിന്, നീ എൻ്റെ കൂടെ നിൽക്കുന്നതിന്, നീ എന്നെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കുവാൻ നിങ്ങളുടെ നാവുകൾ ബലമുള്ളതാക്കി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ നിമിഷം കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് ഈ ഭൂമിയിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കാഴ്ചയായി നമുക്ക് സമർപ്പിക്കാം. ദൈവം അവരെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. അവരുടെ മേൽ കരുണയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരുന്ന സമയങ്ങളാണിത്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.